ഹായ് എവ്രി വൺ. CMA ഇൻ്റർ ജൂൺ 2025 എക്സാം എഴുതുന്ന ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഒരു സ്റ്റഡി സെഷൻ ഞാൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഫെബ്രുവരി 1 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 4 മന്ത്സിൻ്റെ സ്റ്റഡി സെഷനാണ്. റിസൾട്ട് വന്നിട്ടില്ല. റിസൾട്ട് ഫെബ്രുവരി 21 ആ ഒരു റേഞ്ചിലൊക്കെ വരുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അതിന് മുമ്പേ തന്നെ നമ്മൾ നമ്മുടെ സ്റ്റഡി സെഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇത് മാക്സിമം ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് വരുന്ന എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓൾറെഡി എക്സാം എഴുതിയവരായാലും ഇനി എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റ് എഴുതാൻ പോകുന്നവരായാലും മൾട്ടിപ്പിൾ അറ്റംപ്റ്റ് എഴുതിയവരായാലും എഴുതാത്തവരായാലും എല്ലാവർക്കും വേണ്ടി യൂസ്ഫുൾ ആവുന്ന രീതിക്കാണ് ഞാനിത് ഓർഗനൈസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ ലോങ് വീഡിയോസൊക്കെ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ ഷോർട്ട് വീഡിയോസിലും ചെറുതായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്തു, വില്ലിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ലാസ്റ്റായിട്ട് ഇനി ഈ ഒരു സെഷൻ്റെ ലാസ്റ്റായിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഇതിൽ താല്പര്യമുള്ളവർ മാക്സിമം നിങ്ങളിതിൽ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ CMA പഠിക്കുന്ന ജൂണിൽ എക്സാം എഴുതാൻ പോകുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. എന്താണ് നമ്മൾ ഈ ഒരു സ്റ്റഡി സെഷനിൽ ഉദ്ദേശിക്കുന്നത്, ഇതിൻ്റെ ഒരു ഔട്ട്ലൈനാണ് ശരിക്കും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മാക്സിമം എല്ലാവരും ഇത് കാണുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്നുള്ളത് പറയാം. ഇത് ഫെബ്രുവരി 1 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതൊരു 4 മന്ത്സിൻ്റെ സ്റ്റഡി സെഷനാണ്. ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സിലബസിൻ്റെ ഒരു 85% സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ തൊട്ട് മുന്നേ നടന്ന എക്സാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ അനലൈസ് ചെയ്തിട്ടും പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഓൾറെഡി ഇങ്ങനൊരു വെയിറ്റേജ് ഉണ്ട്, ഇന്ന ചാപ്റ്ററിൽ നിന്ന് ഇത്രയാണെന്നുള്ളത്. അപ്പോൾ അതൊക്കെ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്തിട്ട് എന്നാൽ അത്യാവശ്യം എല്ലാവർക്കും പഠിക്കാൻ ഓക്കെ ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ഒരു 85% നമ്മൾ ചൂസ് ചെയ്യുകയാണ്. എന്നിട്ട് ഞാൻ ആ 85%ൻ്റെയും ക്ലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ എടുക്കുന്ന 85, അതായത് 100% പറയാത്തതിൻ്റെ മെയിൻ റീസൺ, എല്ലാവരും എനിക്ക് മെസ്സേജ് ഒക്കെ ചോദിച്ചു എന്താണ് മുഴുവൻ എടുക്കാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ കംപ്ലീറ്റ് സിലബസ് ചൂസ് ചെയ്യാത്തതിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നമുക്ക് എന്തായാലും 7 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്ക്രിപ്റ്റീവിലുള്ളത്. അതിൽ നിന്ന് 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ 100% സിലബസ് പഠിച്ചിട്ട് പോകുമ്പോൾ നമുക്ക് അതിൽ നിന്ന് 7 നിന്ന് 5 ചൂസ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. കാരണം മിക്ക ക്വസ്റ്റ്യൻസ് നമുക്ക് ഫെമിലിയർ ആയിരിക്കും. നമ്മൾ എല്ലാ പോർഷൻസും പഠിച്ചിട്ടുണ്ട് എങ്കിൽ പഠിക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത്, പഠിക്കാം, നിങ്ങൾക്ക് ആ ടൈം ഉണ്ടെങ്കിൽ പഠിക്കാം. പക്ഷേ ഞാൻ യൂഷ്വലി പ്രിഫർ ചെയ്യുന്നത് പഠിക്കുന്ന പോർഷൻ എല്ലാം കൂടി ഇങ്ങനെ ജസ്റ്റ് ടച്ച് ചെയ്ത് പോവാതെ പഠിക്കുന്ന പോർഷൻസ് ഡീപ്പായിട്ട് പഠിക്കുന്നത് ബെറ്റർ ആയിരിക്കും. പഠിക്കുന്ന ഏരിയാസിൻ്റെ കൺസെപ്റ്റും അവിടെ നിന്ന് പിന്നെ എന്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഓരോ പോർഷൻസ് തീർക്കുന്നതായിരിക്കും ബെറ്റർ. ഞാൻ യൂഷ്വലി അത് പ്രിഫർ ചെയ്യുന്ന ആളാണ്. അതുകൊണ്ടാണ് ഞാൻ 85% ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 85% നിങ്ങൾ കംപ്ലീറ്റ് ക്ലിയർ ചെയ്തേക്കുവാണെങ്കിൽ ഇതിനകത്ത് നിന്ന് പിന്നെ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവാതെ അത് പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഷുവറാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു 85% ചൂസ് ചെയ്തത്. നമ്മളൊരു സിലബസ് മുഴുവനായിട്ട് കവർ ചെയ്യുന്നതിനേക്കാളും നമ്മൾ എടുക്കുന്ന പോർഷൻസിൽ പ്രോപ്പറാണ്, നമ്മുടെ ബേസ് സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് എക്സാം ക്ലിയർ ആക്കാൻ കുറച്ചും കൂടി പ്രോബബിലിറ്റി കൂടുതലാണ്. സോ അതാണ് ഞാൻ ആ എക്സാമിലൂടെ എഴുതുന്ന പ്രസൻറ്റേഷൻ ആയാലും ആൻസേഴ്സ് പ്രസൻറ്റ് ചെയ്യുന്ന രീതി ആയാലും നമ്മൾ എഴുതുന്ന ആൻസേഴ്സിൻ്റെ ആക്യുറസി കുറച്ചും കൂടി കൂടാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് റിവൈസിങ് ആയാലും പ്രോപ്പർ റിവിഷനൊക്കെ നടത്തണമെങ്കിലും നമുക്കൊരു വലിയ എൻ്റെയർ ഒരു സിലബസ് എടുത്ത് വെക്കുന്നതിനേക്കാളും നമ്മൾ പഠിക്കുന്ന ഏരിയാസ് മാക്സിമം കവർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അത് ബെറ്റർ ആയിരിക്കും ഫോർ നമുക്ക് എക്സാം ടൈമിലായാലും റിവിഷൻ ടൈമിലായാലും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് 85% എടുത്തതാണ്. അപ്പോൾ അത് ഞാൻ 85% ചൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വെയിറ്റേജിനെ ബേസ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ക്ലാസ്സസൊക്കെ ഞാൻ തരുന്നുണ്ട്. ഞാനായിരിക്കും ക്ലാസ് എടുക്കുന്നുണ്ടാവുക. ഞാൻ ഓരോ സബ്ജക്റ്റിൻ്റെയും ഇന്ന ടോപ്പിക് ഒരു വലിയ ലെങ്തി വീഡിയോസ് അങ്ങനെയൊന്നും പോവാണ്ട് ഒരു 1 അവർ അല്ലെങ്കിൽ 45 മിനിറ്റ്സ് ലെങ്ത്ത് വരുന്ന വീഡിയോസ് ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. എന്നിട്ട് നിങ്ങൾക്ക് ഞാനത് തരും. അങ്ങനെ നമ്മൾ 85%നും ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ആദ്യമായിട്ട് പ്ലാൻ ചെയ്തേക്കുന്നത്. അതൊരു 4 മന്ത്സ് സ്റ്റഡി പ്ലാനാണ്. 4 മന്ത്സ് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ നിൽക്കുക. അപ്പോൾ ആദ്യത്തെ ഇപ്പോൾ സിംഗിൾ ഗ്രൂപ്പിനും ബോത്ത് ഗ്രൂപ്പിനും കൂടിയിട്ടാണ് ഈ ഒരു പ്ലാൻ. ഇനി എക്സാം റിസൾട്ട് വന്നതിന് ശേഷം നമ്മൾ പോസ്റ്റ് റിസൾട്ട് ഒരു ബാച്ച് പോലെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് സിംഗിൾ ഗ്രൂപ്പിന് മാത്രമായിരിക്കും. ഒന്നുകിൽ ഫസ്റ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പ്, അങ്ങനെ ഒരു ഗ്രൂപ്പിന് മാത്രമായിരിക്കും. പക്ഷേ ഈ ഒരു പ്ലാൻ 4 മന്ത്സ് ഉള്ളത് കൊണ്ട് ഈ ഒരു പ്ലാൻ നമ്മൾ ബോത്ത് ഗ്രൂപ്പിനെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 4 മന്ത്സ് പ്ലാനാണ്, കൺസിസ്റ്റൻ്റ് ആയിട്ട്
എടുക്കുക. സിംഗിൾ ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് 2 മന്ത്സ് ഫുള്ള് റിവിഷനും പിന്നെ ഫസ്റ്റ് 2 മന്ത്സ് ഫുൾ സ്റ്റഡി. കാരണം ക്ലാസ്സസ്, നമ്മുടെ നോട്ട്സ്, കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ആ ഒരു ഫുൾ സിലബസ് ആ ഒരു 85% കവർ ചെയ്യുന്നൊരു പീരീഡാണ് ഈ ഒരു ഫസ്റ്റ് 2 മന്ത്സ്. ശേഷമുള്ള 2 മന്ത്സ് ഫുള്ള് നമ്മൾ റിവിഷനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഇനി അതിപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് ആയാലും സെക്കൻഡ് ഗ്രൂപ്പ് ആയാലും. ഇനി ബോത്ത് ഗ്രൂപ്പാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് 2.5 മന്ത്സ് എന്തായാലും ഫുള്ള് നമ്മുടെ പഠിത്തവും ക്ലാസ്സസും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. അതിന് ശേഷമുള്ള 1.5 മന്ത്സാണ് റിവിഷന് വേണ്ടി പ്ലാൻ ചെയ്തേക്കുന്നത്. ഇത് ഞാൻ ആദ്യമേ പറഞ്ഞതാണ്, കാരണം നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ ദിവസവും ക്ലാസ്സിൻ്റെ ഓരോ സബ്ജക്റ്റ്, ഓരോ സ്കെഡ്യൂൾസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ടോപ്പിക്സാണ് നമ്മൾ എടുത്തിരിക്കുന്നത് 85% എന്നുള്ളത് ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യും. അതിന് ശേഷമേ ക്ലാസ് ഞാൻ ഓരോ ടോപ്പിക്കായിട്ട് എടുത്ത് സെലക്ട് ചെയ്യും. കാരണം അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ ഉണ്ടാവും ഏതൊക്കെയാണ് എപ്പോൾ തീർക്കും എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് അങ്ങനെ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിന്നാൽ മാത്രം മതി. വലിയ രീതിക്ക് പ്രഷർ കൊടുത്തോ അങ്ങനെയൊന്നും ആവശ്യമില്ല. ഇതിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ പക്കാ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ആ ടൈമിൽ നിങ്ങൾ അവൈലബിൾ ആയിട്ട് പഠിച്ചാൽ മാത്രം മതി. ഇതിൽ തരുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും സ്കിപ്പ് ചെയ്യാണ്ട്, പോർഷൻസ് ഒന്നും സ്കിപ്പ് ചെയ്യാണ്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈസിലി നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നൊരു പ്ലാനാണ്. അപ്പോൾ ഇതിങ്ങനെയാണ് വരുന്നത്. 85% കവർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ക്ലാസ്സസ് ഞാൻ നിങ്ങൾക്ക് എടുത്തു തരും. പിന്നെ എനിക്കതിൽ പറയാനുള്ളത് ഈ പറഞ്ഞ നോട്ട്സാണ്. എടുക്കുന്ന ക്ലാസ്സസിൻ്റെ നോട്ട്സും അതാത് ദിവസം തന്നെ റെഗുലറായിട്ട് ഞാൻ അയച്ചു തരും. ഇപ്പം ഇന്നത്തെ ദിവസം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ലോയിലെ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് ഇന്ന് ഞാൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ നോട്ട് ഇന്ന് തന്നെ നിങ്ങൾക്ക് ഞാൻ തരും. അപ്പോൾ ക്ലാസ് കാണുന്നതിനോടൊപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ തരുന്ന നോട്ട് അതേപോലെ പഠിക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കുകയോ നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ചിട്ട് നിങ്ങൾക്കത് ചെയ്യാം. നോട്ട്സ് എന്തായാലും ഞാൻ PDF ആയിട്ട് അയച്ചു തരാം. നോട്ട്സ് എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ സെൽഫ് ഡ്രാഫ്റ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ മെറ്റീരിയലിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ടെക്സ്റ്റ് ബുക്ക്, ആ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് നോക്കി അതിൽ നിന്ന് എടുക്കുന്ന ഇതാണ്. പിന്നെ ഇല്ലുസ്ട്രേഷൻസ് ഒക്കെ ഇപ്പോൾ ഒരു ചാപ്റ്ററിൽ തന്നെ ചിലപ്പോൾ ചിലതിലൊക്കെ 15 ഇല്ലുസ്ട്രേഷൻസ് ഒക്കെ വരുന്നുണ്ട് വലിയ വലിയ ചാപ്റ്റേഴ്സിൽ, ലൈക്ക് കോസ്റ്റിങ്ങിലൊക്കെ, അപ്പോൾ ടാക്സേഷനിലൊക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് എല്ലാം കൂടി ക്ലാസ്സിൽ കവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മാക്സിമം അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുന്ന കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ പറയും. ബാക്കിയുള്ളത് നിങ്ങൾക്ക് വർക്കിംഗ് ആയിട്ടായിരിക്കും തരുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങളത് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഓപ്പൺ ആയിട്ട് എന്നോട് കൺഫ്യൂസ് ചെയ്യുക. നിങ്ങൾക്കത് ഒരു തരത്തിലുള്ള മടിയും വേണ്ട. നിങ്ങൾക്ക് ടോപ്പിക്ക് പറയുന്നതിലായാൽ പോലും മനസ്സിലാകാതുണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പൺ ആയിട്ട് പറയുക, എനിക്കിത് മനസ്സിലായിട്ടില്ല എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. നമുക്ക് വീണ്ടും റിപ്പീറ്റഡ്ലി എത്ര പറയാനും ഓക്കെയാണ്. ഇതൊരു കമ്പൈൻ സ്റ്റഡി പ്ലാറ്റ്ഫോമായിട്ട് നിങ്ങൾ കരുതുക. ഇതൊരു 4 മന്ത്സ് കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ ദിവസവും ഉണ്ടാവും. ഇടയ്ക്ക് ലീവൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാം, അതിന് സീനില്ല. അപ്പോൾ അങ്ങനെ ഒരു ബ്രേക്ക് ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്ത് ചെയ്യാം. നിങ്ങളിത് മാത്രം തരുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ടൊന്ന് ഫോളോ ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ നോട്ട്സ് നിങ്ങൾക്ക് ഞാൻ ഡെയിലി തരാം. എല്ലാ സബ്ജക്റ്റിലും തിയറി ആയിക്കോട്ടെ പ്രാക്ടിക്കൽ ആയിക്കോട്ടെ എല്ലാം നിങ്ങൾക്ക് അത് ഞാൻ പ്രൊവൈഡ് ചെയ്യും. വിത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്ന് പറയാൻ കാരണം ഇപ്പോൾ ഒരു ചാപ്റ്റർ തീരുമ്പോൾ, ഫോർ എക്സാമ്പിൾ പറയുമ്പോൾ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് തീരുകയാണെങ്കിൽ തൊട്ടിപ്പോൾ സിലബസ് മാറിയതിന് ശേഷം വന്നിട്ടുള്ള ലോയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്, അത് 4 ഇയർ ആണ് എനിക്ക് തോന്നുന്നു, 4 അറ്റംപ്റ്റ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ 4 അറ്റംപ്റ്റിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യും. അതായത് മെയ് 2023 മുതലാണെന്ന് എനിക്ക് തോന്നുന്നു. മെയ് 2023, ജൂൺ 2023, ഡിസംബർ 2023, പിന്നെ ജൂൺ 2024, ഡിസംബർ 2024. അങ്ങനെ 4 അറ്റംപ്റ്റിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട് സിലബസ് മാറിയതിന് ശേഷം. അപ്പോൾ 4 അറ്റംപ്റ്റിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഓരോ ചാപ്റ്റർ വൈസ് ഡീൽ ചെയ്യും. ഡീൽ ചെയ്യാത്തതിൻ്റെ പ്രശ്നം നിങ്ങൾക്ക് അപ്പോൾ ഒരുപാട് കഴിഞ്ഞിട്ട് ആയിപ്പോവും. അപ്പോൾ നിങ്ങൾ അതാത് ചാപ്റ്റർ പഠിക്കുക, അതിൻ്റെ ക്വസ്റ്റ്യൻ അവിടെ തന്നെ തീർത്ത് പോകുമ്പോൾ നിങ്ങൾക്കൊരു ഓക്കെ ഇത് ഈ ഒരു പോർഷൻ കഴിഞ്ഞു എന്നുള്ള ഒരു ഇത് കിട്ടും. കോൺഫിഡൻസും ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അതാത് ചാപ്റ്ററിൻ്റെ നോട്ട് അതാത് ദിവസം തരുന്നതിനോടൊപ്പം തന്നെ ചാപ്റ്റർ തീരുന്നത് ദിവസം നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അതൊരിക്കലും വർക്കിംഗ് ആയിരിക്കില്ല, ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അങ്ങനെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. പിന്നെ 3 ചാപ്റ്റേഴ്സ് മിനിമം, ഒരു 3 ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ ടെസ്റ്റ് പേപ്പേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ ഞാനിതൊരു സ്കെഡ്യൂൾസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ദിവസം ഒരു സബ്ജക്റ്റ്, ഇപ്പോൾ ഇന്ന് ലോ, നാളെ അക്കൗണ്ട്സ്, മറ്റന്നാൾ കോസ്റ്റ്, അങ്ങനെയല്ല. അപ്പോൾ അതിനൊരു കൺസിസ്റ്റൻസി ഇല്ല, കണ്ടിന്യൂറ്റി ഇല്ല. ഇന്ന് പഠിക്കുന്ന ടോപ്പിക്ക് ചിലപ്പോൾ ഇന്ന് തീരുന്നുണ്ടാവില്ല. അപ്പോൾ നാളെ വന്നിട്ട് വേറെ സബ്ജക്റ്റ് തുടങ്ങുമ്പോൾ ഇതിനൊരു കണ്ടിന്യൂഷൻ ഇല്ല. അപ്പോൾ ഇത് സ്കെഡ്യൂളായിട്ടാണ് ഞാൻ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത്ര ദിവസം ഇന്ന സബ്ജക്റ്റ്, ഇത്ര ദിവസം ഇന്നത് എന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ റൊട്ടേറ്റഡ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു സെഷനിൽ മാക്സിമം 3 ചാപ്റ്റേഴ്സൊക്കെ തീർക്കും. അപ്പോൾ ആ ഇതിൽ നമ്മൾ ടെസ്റ്റ് പേപ്പേഴ്സ് 3 ചാപ്റ്റേഴ്സ് തീരുമ്പോൾ, 3 അതിൽ കൂടുതൽ തീരും എങ്കിലും 3 ചാപ്റ്റേഴ്സ് തീരുമ്പോൾ നമ്മൾ ടെസ്റ്റ് പേപ്പേഴ്സ് കണ്ടക്ട് ചെയ്യും. അപ്പോൾ ഇതിപ്പോൾ ഓൺലൈനാണ്, നിങ്ങളെനിക്ക് ഡയറക്റ്റ് വരുത്തി ടെസ്റ്റ് പേപ്പേഴ്സ് നടത്താൻ പറ്റില്ല. സോ ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് അയച്ചു തരും. നിങ്ങളതെന്ത് ചെയ്യുക, ഫുള്ള് വായിച്ച് നോക്കി ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ വളരെ
എന്താണ് റിലയബിളായിട്ട് നിൽക്കുക. അതിൽ പ്രത്യേകിച്ച് ഇതൊന്നും കാണിക്കാതെ നമുക്ക് നോക്കി എഴുതിയിട്ടോ നോക്കി ചെയ്തതുകൊണ്ടോ നമുക്ക് നമ്മുടെ ലെവൽ ഓഫ് നോളജ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അത് നിങ്ങൾ മാത്രമേ അറിയുന്നുള്ളൂ. പുറത്തുനിന്ന് ആരും വന്ന് നിങ്ങളുടെ മാർക്കോ നിങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് അറിയുന്നില്ല. നിങ്ങൾ നോക്കുക, നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ചെയ്തിട്ട് ഒന്നും കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ എന്നോട് പറയാം. ഇത് ആരും പരസ്പരം ഇതിപ്പോൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്, നമ്മൾ അങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നതാണ്. പക്ഷേ എങ്കിൽ പോലും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എൻ്റെ തീർത്തും പേഴ്സണലാണ്. ഞാനത് ആരോടും ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. അപ്പോൾ അതിനാരെയും നിങ്ങളെ കുറ്റപ്പെടുത്താനോ കളിയാക്കാനോ വരില്ല. അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളുമില്ല. ഡയറക്റ്റായിട്ട് പറയാം, നിങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്, എഴുതിയിട്ട് കിട്ടിയില്ല, ഞാൻ ശ്രമിച്ചു പറ്റിയില്ല, അത് ഓപ്പണായിട്ട് പറയാം. അത് നമുക്കത് സോൾവ് ചെയ്യാവുന്ന ഇഷ്യൂ ഉള്ളൂ. അപ്പോൾ ടെസ്റ്റ് പേപ്പേഴ്സ് ഉണ്ടാവും. പിന്നെ വന്നിട്ട് ലാസ്റ്റ് നമ്മുടെ അതായത് മെയ് ഉണ്ടാവുമല്ലോ, ലാസ്റ്റ് മന്താണ് മെയ് എന്ന് പറയുന്ന എക്സാമിന് തൊട്ട് മുന്നുള്ള മന്ത്. ആ മന്തിൽ നമ്മൾ ഫസ്റ്റിൽ മോക്ക് ടെസ്റ്റ് നമുക്ക് സീരീസ് 1 ആൻഡ് സീരീസ് 2 കാണും. അത് രണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഈ ഒരു പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സെഷൻ്റെ പ്ലാൻ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. 4 മാസമാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുക. പിന്നെ എനിക്കിതിൽ പറയാനുള്ളൊരു കാര്യം, ഇതിൽ നമ്മൾ 85% എടുക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം അഡീഷണൽ വേറെ ചാപ്റ്റേഴ്സ് അറിയുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ലോയിൽ പാർട്ട്ണർഷിപ്പ് ഒഴിവാക്കി നിൽക്കുക. അപ്പോൾ നിങ്ങൾക്ക് പക്ഷേ പാർട്ട്ണർഷിപ്പ് അറിയാം, നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ അത് പഠിക്കാം. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പഠിച്ചിട്ട് നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം. അതിനൊന്നും ആരും നിങ്ങളെ കുറ്റം പറയുകയോ അഡീഷണൽ പഠിച്ച് വഴക്ക് പറയുകയോ ഒന്നും ചെയ്യില്ല. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പഠിക്കാം. അതിൽ ഞാൻ ഇൻ്റർഫിയർ ചെയ്യില്ല. പക്ഷേ ഞാൻ തരുന്ന ടോപ്പിക് 85-ൽ നിങ്ങൾ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല, ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം ചില ടോപ്പിക്സൊക്കെ നമുക്ക് ചിലത് മനസ്സിലാവത്തേ ഇല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്ത് വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്വന്തം റിസ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാവൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ തരുന്ന 85 കംപ്ലീറ്റ് പഠിക്കുക. ഇതിനകത്തൊന്നും സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. എനിക്കത് മാത്രമാണ് നിങ്ങളോടുള്ള റിക്വസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അതാത് ദിവസത്തെ ടോപ്പിക്കുകൾ ഇപ്പോൾ സിംഗിൾ ഗ്രൂപ്പ് എടുക്കുന്നവരാണെങ്കിൽ, ഫസ്റ്റ് ആയിക്കോട്ടെ സെക്കൻഡ് ആയിക്കോട്ടെ, ഒറ്റ ഗ്രൂപ്പ് എഴുതുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഡെയിലി ഒരു 3 മണിക്കൂർ ക്ലാസ് കാണും. ചിലപ്പോൾ 3 വീഡിയോ ആയിരിക്കും, ചിലപ്പോൾ 4 വീഡിയോ ആയിരിക്കും. എങ്ങനെയായാലും 3 hours ക്ലാസ് കാണും. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 5 hours നിങ്ങൾക്ക് പഠിത്തം, അതായത് അന്നത്തെ കാര്യം പഠിച്ചതും ദിവസവും നമ്മൾ റിവിഷൻ പോലെ ചെറിയൊരു വലിയ റിവിഷനൊന്നുമല്ല, നിങ്ങളിങ്ങനെ പിടിച്ചിരുത്തി നിങ്ങൾ സ്ട്രെസ്ഫുള്ളാക്കി അങ്ങനെയൊന്നുമല്ല. ആദ്യമേ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ടയേർഡാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ആദ്യമേ അത്രയും ബുദ്ധിമുട്ടിക്കുന്നില്ല. നമുക്കൊരു അന്നത്തെ ദിവസത്തതും ബാക്കിയൊക്കെ ആയിട്ട് നമുക്കൊരു റിവിഷനും കാര്യങ്ങളൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു സെഷൻ കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനൊരു ചെറിയ ഫീ ഞാൻ വെച്ചിട്ടുണ്ട്. വളരെ ചെറിയ ഫീ ആണ്. ഗ്രൂപ്പ് വൈസ് ആണ് ഞാൻ ചാർജ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് എൻ്റെ നമ്പറാണ്. ഈ നമ്പറിൽ നിങ്ങൾ എനിക്ക് വാട്സാപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതിനകത്ത് നിങ്ങൾക്ക് കൂടുതൽ ഇപ്പോൾ ഇതിൽ ഞാൻ മാക്സിമം എല്ലാ കാര്യങ്ങളും ഈ സെഷൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇതിൽ പറയുന്നുണ്ട്. ഇപ്പോൾ എക്സാം കഴിഞ്ഞ് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞ് നിൽക്കുന്നവർക്കാണെങ്കിൽ നമ്മൾ മാർച്ചിൽ മുതൽ പോസ്റ്റ് റിസൾട്ട് ബാച്ച് നോക്കുന്നുണ്ട്. അത് എക്സാം റിസൾട്ടിന് ശേഷമാണ്. അപ്പോൾ ബോത്ത് ഗ്രൂപ്പ് പ്ലാൻ ചെയ്യുന്നവരൊക്കെ ഇതിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. സിംഗിൾ ഗ്രൂപ്പ് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യുന്നവർക്ക് ഇത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഒരു ഗ്രൂപ്പ് എഴുതിയിട്ടുണ്ട്, മറ്റേത് പ്ലാൻ ചെയ്യണം, നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാം. ഞാൻ പറഞ്ഞത് ഇപ്പോൾ 2 ഗ്രൂപ്പ് എഴുതിയിട്ട് നിൽക്കുന്നവരുണ്ടാവും, റിസൾട്ട് എന്താവും എന്നുള്ള ആ ഒരു ഇതിൽ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പോസ്റ്റ് റിസൾട്ട് ബാച്ചിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ എങ്ങനെ ആയാലും ഇത് നിങ്ങളൊരു യൂസ്ഫുൾ ഇതായിട്ട് നോക്കുക. നിങ്ങൾ 4 മാസം കൺസിസ്റ്റൻ്റ് ആയിട്ട് നിന്നാൽ ജൂണിൽ നിങ്ങൾക്ക് ബോത്ത് ഗ്രൂപ്പ് എന്തായാലും ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇതിനൊരു ചെറിയ ഫീ വെച്ചിട്ടുണ്ട്. നിങ്ങളതെനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്താൽ മതി. ഇപ്പോൾ ഒരുപാട് പേര് എനിക്ക് ഇൻട്രസ്റ്റ് ആണെന്ന് പറഞ്ഞ് മെസ്സേജ്, ഞാൻ ലോങ് വീഡിയോയിലായാലും ഷോർട്ട് വീഡിയോയിലായാലും ഫീയുടെ കാര്യം സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയുന്നുണ്ട്. കാരണം നിങ്ങൾ മെസ്സേജ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഫീ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. സോ അതുകൊണ്ട് ഞാൻ വീഡിയോസിൽ പറയുന്നുണ്ട്. കുഞ്ഞു ഫീ ആണ് വെച്ചിരിക്കുന്നത്. കാരണം ഒരു 4 മാസം കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോഴും പിന്നെ അതുപോലെ നോട്ട്സ് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്ത് ഞാൻ തന്നെ PDF ആക്കി ഇടുമ്പോഴും, അതുപോലെ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഓരോടത്ത് നിന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്കത് നോക്കി സബ്ജക്റ്റ് വൈസ് ചാപ്റ്റർ വൈസ് ഒക്കെ നിങ്ങൾക്കത് ഓർഗനൈസ് ചെയ്ത് തരുമ്പോഴും, ഡെയിലി ഇന്നത് സ്റ്റഡി സെഷൻ ഇതൊക്കെ ഞാൻ ചെയ്യുമ്പോഴും എൻ്റെ ഡെയിലി ഞാനും ഇത് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതിൻ്റെ CMA ഇൻ്റർ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതിൻ്റെ ഒരു പോർഷൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്നൊരു സപ്പോർട്ട് നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ ഒരു കമ്പൈൻ സ്റ്റഡി പോലെയാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പം എൻ്റെ ഒരു എഫേർട്ട് ഞാൻ അതിന് ഇടുമ്പോൾ എന്നെ ഒരാൾ കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ PDF ആക്കുന്നതിനും കാര്യങ്ങൾക്കൊക്കെ. അല്ലെങ്കിൽ പഠിക്കുന്നതിന് ഡിലേ ഉണ്ടാവും. ഇപ്പോൾ കഴിഞ്ഞ ഇതിലൊക്കെ ആണെങ്കിൽ ഞാനൊരു 20 ഡേയ്സിൻ്റെയും 11 ഡേയ്സിൻ്റെയൊക്കെ സ്റ്റഡി പ്ലാൻ, ചുമ്മാ ഒരു സ്റ്റഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, വർക്കൗട്ട് സെഷനും ഡെയിലി ടൈം ടേബിളൊക്കെ ആയിട്ട്.
അപ്പോൾ അതിനകത്തൊക്കെ ഞാൻ ഡെയിലി നോട്ട്സ് ഇടുമ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ മാത്രമായിരുന്നു ഇടുന്നത്. അപ്പോൾ പോലും എനിക്കത് ഇട്ട് വരുമ്പോൾ രാത്രി 2-3 മണി വരെയൊക്കെ ഇരുന്ന് PDF ആക്കി ഇടേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സ്റ്റഡി ടൈം അതിനനുസരിച്ച് കുറയുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്തവണ വേറൊരാളുടെ ഹെൽപ്പ് കൂടി ചെയ്തത്. അപ്പോൾ അവർക്കൊരു അസിസ്റ്റൻസ് കൊടുക്കാണ്ട് അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല. സോ അതുകൊണ്ടാണ് ഒരു ഫീ, ഞാൻ വളരെ ചെറിയ ഫീ ആണ് ചാർജ് ചെയ്തേക്കുന്നത്, ഗ്രൂപ്പ് വൈസ് ആണ് ചാർജ് ചെയ്തേക്കുന്നതും. അപ്പോൾ നിങ്ങൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇത്തവണ തന്നെ ഈ ജൂണിൽ തന്നെ എക്സാം എല്ലാവർക്കും ക്രാക്ക് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇതിൽ ജോയിൻ ചെയ്യുന്നവർ അപ്പോൾ നമുക്ക് തുടക്കത്തിലുള്ള ഡെഡിക്കേഷൻ ടിൽ ദ എൻഡ് കൊണ്ടുപോകാൻ നോക്കുക. അപ്പോൾ നമുക്ക് ആദ്യം ക്ലാസ്സസ് കാണാനായാലും നോട്ട്സ് എഴുതാനായാലും പഠിക്കാനായാലും ഉണ്ടാകുന്ന ഇൻട്രസ്റ്റ് ടിൽ ദ എൻഡ് കൊണ്ടുപോകാൻ നോക്കാം. ഇപ്പോൾ സിംഗിൾ ഗ്രൂപ്പിനാണെങ്കിൽ ഡെയിലി ഒരു 7 to 8 hours, 8 hours എന്തായാലും 8 hours നിങ്ങൾ ഇരിക്കണം. ബോത്ത് ഗ്രൂപ്പിനാണെങ്കിൽ ഡെയിലി ഒരു 10 hours ഇരിക്കണം. അപ്പോൾ അത് ഇപ്പോൾ എന്തായാലും ക്ലാസ്സസ് ഇപ്പോൾ സിംഗിൾ ഗ്രൂപ്പിനാണെങ്കിൽ 3 hours ഉണ്ടാകും, ബോത്ത് ഗ്രൂപ്പിനാണെങ്കിൽ ഡെയിലി 4 hours ക്ലാസ് ഉണ്ടാകും. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അന്ന് ദിവസം പഠിച്ച ക്ലാസ്സിൻ്റെ കൂടെ തന്നെ പഠിച്ച് തീർക്കുക. ശേഷം നിങ്ങളൊന്ന് റിവൈസ് ചെയ്യുക, തലേ ദിവസം നോക്കിയ ടോപ്പിക്സൊക്കെ ജസ്റ്റ് ഒന്ന് റിക്യാപ്പ് ചെയ്യുക. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി 8 hours എന്നൊക്കെ പറയുന്നത് പോകെ നിങ്ങൾക്ക് അത്രയും ഇരിക്കേണ്ടി വരും. ആദ്യമൊന്നും അത്രയും വേണ്ടി വരില്ല എങ്കിലും ഞാൻ ഈ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പ്ലാൻ വരുന്നത്. മാക്സിമം എല്ലാവരും ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം ആയിരിക്കും. നിങ്ങൾ നന്നായിട്ട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളുടെ എക്സാംസ് ഇത്തവണ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ക്രാക്ക് ചെയ്യാൻ പറ്റട്ടെ എന്ന് കരുതുന്നു. റിസൾട്ട് വരാറായി, എല്ലാവരും അതിന് വെയിറ്റിംഗ് ആണെന്നറിയാം. അപ്പോൾ എല്ലാവരും ഹോപ്പ് വിടണ്ട, എല്ലാവരും നന്നായിട്ടിരിക്കുക, നന്നായിട്ട് പഠിക്കുക. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. ഇനി ഇതിന് ശേഷം പോസ്റ്റ് റിസൾട്ടിൻ്റെ ഇതുണ്ട്, അത് നമുക്ക് പിന്നെ ഫർദറായിട്ട് വീഡിയോസ് ചെയ്യാം. അത് ഇതിൻ്റെ പാർട്ടിസിപ്പേഷൻ അതിപ്പോൾ കുറച്ച് പേര് കൺഫേം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു കുറച്ച് പേരെയും കൂടി നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. കാരണം എന്തായാലും നമ്മൾ ഇതിന് വേണ്ടി ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരാൾക്ക് അഡീഷണൽ ഹെൽപ്പ് ആവുന്നുണ്ടെങ്കിൽ ആവട്ടെ വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇപ്പം നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ക്ലാസ്സസ് പർച്ചേസ് ചെയ്യാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുന്നവരുടെ നോട്ട്സിന് വേണ്ടിയിട്ടൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. എല്ലാം കൂടി നിങ്ങൾക്ക് ഒരൊറ്റ സ്ഥലത്ത് നിന്ന് കിട്ടുകയാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾക്ക് എപ്പോഴും ഞാൻ അവൈലബിൾ ആയിരിക്കും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചാൽ മതി. നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ നമുക്ക് അറിയുന്ന ഫാക്കൽറ്റീസിനോടൊക്കെ ചോദിക്കാം. അങ്ങനെ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ സെഷന് നടത്തിയിട്ടുണ്ടായിരുന്നത്. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇതാണ് നമ്പർ. ഇതിനകത്ത് നിങ്ങൾക്ക് ഫർദർ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി. എനിവേ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.